ഹലോ ഓൾ, വെൽക്കം ടു വരാന്ത റൈസ് മലയാളം. ഞാൻ കാർത്തിക്. നമ്മുടെ ഇന്നത്തെ GS സെഷൻ ഇവിടെ സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ സെഷൻ ഹിസ്റ്ററിയിലാണ്. അപ്പോൾ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിലെ 10ാമത്തെ സെഷനാണിത്. അപ്പോൾ മെഡീവൽ ഇന്ത്യയുടെ മുന്നേ ഉള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് മെഡീവൽ ഇന്ത്യ. അപ്പോൾ അതിൽ നമ്മൾ മുഗൾ പീരീഡും അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റും എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ മുന്നേ ഉള്ള സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ, അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് റിമൈനിങ് കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ മുന്നേ ഉള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടിട്ട് ഈ ഒരു സെഷനിലേക്ക് വരിക. നമുക്ക് നേരെ നമ്മുടെ സെഷനിലോട്ട് പോവാം. അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എന്താണ് വരാന്ത റൈസിൻ്റെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ എന്താണ് റൈസിനെ യുണീക്ക് ആക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. അപ്പോൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബേസിക് ക്ലാസ്സസിനോടൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻസും ഉണ്ടായിരിക്കും, അതായത് സർക്കിൾസും ഉണ്ടായിരിക്കും. അത് ബേസിക് ലെവലിൽ നിന്നും എക്സ്ട്രീം ലെവൽ വരയ്ക്കും ഉണ്ടായിരിക്കും. ബേസിക് സർക്കിളിൽ നമുക്ക് പ്രിലിംസ് ലെവൽ ക്വസ്റ്റിനോടുള്ള എക്സ്പോഷർ ആണെങ്കിൽ, എക്സ്ട്രീം വരുന്ന സമയത്ത് നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് സൂപ്പർ ബാച്ചസ് ഉണ്ട്. എക്സാംസ് വരുന്ന മുറയ്ക്കുള്ള ഫോക്കസ് ബാച്ചുകളുണ്ടാവും. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്രോഗ്രാംസ്, അതുപോലെ ഇൻ്റർവ്യൂസ് ഉള്ള പോസ്റ്റുകൾക്കായിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള പാനൽസ് ആയിരിക്കും ആ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ പ്രോഗ്രാംസും ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ SSC അതുപോലെ തന്നെ ബാങ്ക്, റെയിൽവേ തുടങ്ങിയ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ എക്സാം റിലേറ്റഡ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം അവിടെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ അമംഗ് ദ ഫോളോയിങ് ഗോഡ് ദ മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ആൻഡ് നെയിംഡ് ഇറ്റ് ആസ് രാസ്നാമ? ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് MTSന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ മഹാഭാരത രാസ്നാമ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം അതിനെ രാസ്നാമ എന്ന ടൈറ്റിലാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആരാണ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് A അക്ബർ, ഓപ്ഷൻ B ജഹാംഗീർ, ഓപ്ഷൻ C ഔറംഗസേബ് ആൻഡ് ഓപ്ഷൻ D ഹുമയൂൺ. ഏത് മുഗൾ എംപററാണ് ഈ ഒരു മഹാഭാരത രാസ്നാമ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? MTSന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്, അക്ബർ. 1580 ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അതായത് മഹാഭാരതയെ പേർഷ്യൻ ലാംഗ്വേജിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പേർഷ്യൻ ലാംഗ്വേജിലേക്കാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1580 ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏത് റൂളറാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അക്ബറാണ്. ഓക്കെ, അപ്പോൾ മെഡീവൽ പീരീഡിലുള്ള ഒട്ടുമിക്ക എല്ലാ ലിറ്റററി വർക്ക്സും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും പെർഷ്യനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നുള്ള സെഷൻസിൽ ഓൾറെഡി കുറച്ച് ലിറ്റററി വർക്ക്സും അതുപോലെ തന്നെ ഓതേഴ്സും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്കുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഓതേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഹാഭാരത ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് രാസ്നാമ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് മുഗൾ എംപററാണ് എന്നാണ് ചോദ്യം. ആൻസർ വന്നിരിക്കുന്നത് അക്ബറാണ്. അപ്പോൾ 1580 ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പെർഷ്യൻ ലാംഗ്വേജിലാണ് മഹാഭാരതയെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്നത് രാസ്നാമ. അപ്പോൾ ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ബുക്ക് ഓഫ് വാർ എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ബുക്ക് ഓഫ് വാർ എന്ന് ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റ് ലിറ്റററി വർക്ക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബാബർനാമ അല്ലെങ്കിൽ തുസൂഖ് ഐ ബാബരി,
ആരാണ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ബാബറാണ്. അതുപോലെ ഹുമയൂൺ നാമ, ഹുമയൂൺ നാമ ആരാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ വർക്കാണ് നോക്കിക്കഴിഞ്ഞാൽ ഗുൽബദൻ ബീഗം. അതുപോലെ അക്ബർ നാമ, അബുൾ ഫസലാണ് അക്ബർ നാമ. അതുപോലെ തന്നെ നമ്മൾ ഡൽഹി സുൽത്താനറ്റ് പഠിക്കുന്ന സമയത്ത് അവിടെയും നമ്മൾ കുറച്ച് ലിറ്റററി വർക്ക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. ലൈല മജ്നു, അമീർ ഖുസ്രു, ഷഹനാമ, ഫിർദോസി, അതുപോലെ താരിഖ് ഐ ഹിന്ദ്, അൽ ബറൂണി. അപ്പോൾ ഇവയെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചില ലിറ്റററി വർക്ക്സ് ആണ്. ഇവയെല്ലാം ഏത് ലാംഗ്വേജ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പേർഷ്യൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വാസ് ദ ഫസ്റ്റ് നെയിം ഓഫ് ദ മുഗൾ എംപറർ ബാബർ? ഇത് CGL ചോദിച്ച ക്വസ്റ്റ്യനാണ്. CGL 2021 വന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വാട്ട് വാസ് ദ ഫസ്റ്റ് നെയിം ഓഫ് മുഗൾ എംപറർ ബാബർ? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വന്നിരിക്കുന്നത് ഹസനുദ്ദീൻ, ഓപ്ഷൻ ബി ഗിയാസുദ്ദീൻ, ഓപ്ഷൻ സി സാഹിറുദ്ദീൻ, ഓപ്ഷൻ ഡി ഖസീമുദ്ദീൻ. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? മുഗൾ എംപറർ ബാബർ. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേയുള്ള സെഷൻസിൽ മുഗൾ എംപറേഴ്സിനെ പറ്റി പഠിച്ച സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി അവരുടെ റിയൽ നെയിം അല്ലെങ്കിൽ അവർ റിസീവ് ചെയ്തിട്ടുള്ള ടൈറ്റിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ആൻസർ പറയാൻ പറ്റും. ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സാഹിറുദ്ദീൻ. അപ്പോൾ 2021 CGL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ബാബറിൻ്റെ ഫസ്റ്റ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതും തന്നെയാണ്. എന്താണ്? സാഹിറുദ്ദീൻ മുഹമ്മദ് ബാബർ. അപ്പോൾ മറ്റ് എംപറേഴ്സിൻ്റെ ഇതുപോലെ അവരുടെ റിയൽ നെയിമും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സപ്പോസ് ഇനി വരുന്ന അപ്കമിങ് എക്സാമിന് ഇൻസ്റ്റെഡ് ഓഫ് ബാബർ അവിടെ അക്ബറോ ഹുമയൂണോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ എഴുതാൻ പറ്റണം. ഓക്കെ, ഹുമയൂൺ, നാസിറുദ്ദീൻ മുഹമ്മദ്, അക്ബർ, അബുൽ ഫത്ത്, ജലാലുദ്ദീൻ, മുഹമ്മദ്, അതുപോലെ ജഹാംഗീർ. ജഹാംഗീറിൻ്റെ റിയൽ നെയിം നമ്മൾ കണ്ടതാണ്, സലീം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് മിർസ നൂറുദ്ദീൻ മുഹമ്മദ് സലീം. ഓക്കെ, അടുത്ത ഷാജഹാൻ. ഷഹാബ്ദീൻ മുഹമ്മദ് ഖുറം. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം ഖുറം എന്നാണ്, നമ്മൾ മുന്നേ കണ്ടതാണത്.
അതുപോലെ ഔറംഗസേബ്, മുഹി അൽ ദിൻ മുഹമ്മദ്, മുഹി അൽ ദിൻ മുഹമ്മദ് എന്നാണ് ഔറംഗസേബിൻ്റെ ആ ഒരു നെയിം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആ മുഗൾ എംപറർ ബാബറിൻ്റെ ഫസ്റ്റ് നെയിം എന്താണെന്നാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സാഹിറുദ്ദീൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ സാഹിറുദ്ദീൻ മുഹമ്മദ് ബാബർ. അതുപോലെ ഹുമയൂൺ വരുമ്പോൾ നസറുദ്ദീൻ മുഹമ്മദ്. പിന്നെ അക്ബർ വരുമ്പോൾ അബുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടും നെയിം വരുന്നത്. ഓക്കെ, അതുപോലെ ജഹാംഗീർ മിർസ നൂറുദ്ദീൻ മുഹമ്മദ് സലീം, ഷാജഹാൻ ഷഹാബ്ദീൻ മുഹമ്മദ് ഖുറം, ആൻഡ് ഔറംഗസീബ് മുഹിയൽദ്ദീൻ മുഹമ്മദ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് വൺ ഓഫ് ദി അക്ബേഴ്സ് നവരത്ന 9 ജംസ്? ഓക്കെ, ഇപ്പോൾ അക്ബറിൻ്റെ കോർട്ടിലെ നവരത്നാസിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതാര് എന്നാണ് ക്വസ്റ്റ്യൻ. വാസ് നോട്ട് വൺ ഓഫ് ദി അക്ബേഴ്സ് നവരത്നാസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് MTS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വന്നിരിക്കുന്നത് രാജ മാൻസിംഗ്, ഓപ്ഷൻ ബി വന്നിരിക്കുന്നത് അബുൾ ഫസൽ, ഓപ്ഷൻ സി രാജ തൊഡർമാൾ, ഓപ്ഷൻ ഡി റാണ അമർ സിംഗ്. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? അക്ബറിൻ്റെ കോർട്ടിലെ 9 ജേംസ് അല്ലെങ്കിൽ നവരത്നാസ് അതിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റാണ അമർ സിംഗ്. ബാക്കി 3 പേരും ഈ നവരത്നാസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ നോക്കുവാണെങ്കിൽ ഓരോരുത്തരായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അബുൾ ഫസൽ. ഓക്കെ, അബുൾ ഫസൽ അദ്ദേഹം അക്ബറിൻ്റെ കോർട്ടിലെ വസീറായിരുന്നു, വസീർ ഓഫ് അക്ബേഴ്സ് കോർട്ട്. അബുൾ ഫസലിനെ പറ്റി നമ്മൾ കുറച്ച് മുന്നേ കണ്ടതായിരുന്നു. അദ്ദേഹം അക്ബർ നാമ എഴുതിയിരിക്കുന്നത് അബുൾ ഫസലാണ്. അക്ബർ നാമ. സപ്പോസ് അക്ബർ നാമ അല്ലെങ്കിൽ ഐൻ ഐ അക്ബരി എന്ന് ക്വസ്റ്റനിൽ കണ്ടു കഴിഞ്ഞാലും അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. രണ്ടും അബുൾ ഫസൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഐൻ ഐ അക്ബരി. ഈ ഐൻ ഐ അക്ബരി എന്ന് പറയുന്നത് അക്ബർ നാമയുടെ 3rd പാർട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. കൺസിഡർ ആസ് ദ 3rd പാർട്ട് ഓഫ് അക്ബർ നാമ. ഓക്കെ, അതുപോലെ അബുൾ ഫസലിൻ്റെ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റാണ് കാളിയ ദമൻ, അതുപോലെ തന്നെ പഞ്ചതന്ത്ര, ഇവയെ പെർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അബുൾ ഫസലാണ്. അപ്പോൾ അതും നല്ലൊരു ക്വസ്റ്റനാണ്, നമുക്ക് വേണമെങ്കിൽ എക്സാമിനേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അബുൾ ഫസൽ പെർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത 2 ലിറ്റററി വർക്കുകൾ എന്ന് പറയുന്നത് കാളിയ ദമനും അതുപോലെ തന്നെ പഞ്ചതന്ത്രയും. ഓക്കെ, ട്രാൻസ്ലേറ്റഡ് ടു പെർഷ്യൻ. ട്രാൻസ്ലേറ്റഡ് ടു പെർഷ്യൻ. ഓക്കെ, അപ്പോൾ പെർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം പഞ്ചതന്ത്ര എന്ത് ടൈറ്റിലാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പെർഷ്യനിലുള്ള പഞ്ചതന്ത്രയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് അൻവർ ഐ സുഹേലി. അൻവർ ഐ സുഹേലി
ട്രാൻസ്ലേറ്റ് ചെയ്ത് പെർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, അൻവർ ഐ സുഹേലി എന്നാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മളിവിടെ പഠിച്ചത്, അബുൾ ഫസലിൻ്റെ അവിടെ പറയാനായിട്ട് പറ്റുന്ന. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു നവരത്നയിൽ വരുന്ന അടുത്ത ആളാരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫൈസി. അദ്ദേഹം അക്ബറിൻ്റെ കോർട്ടിലെ ഹിസ്റ്റോറിയനാണ്. ഓക്കെ, ഹിസ്റ്റോറിയൻ ഓഫ് അക്ബേഴ്സ് കോർട്ട്. അക്ബറിൻ്റെ കോർട്ടിലെ ഹിസ്റ്റോറിയനാണ് ഈ ഫൈസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫൈസിയുടെ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം അബുൾ ഫസലിൻ്റെ ബ്രദറാണ്. ഓക്കെ, ബ്രദർ ഓഫ് അബുൾ ഫസലിൻ്റെ ബ്രദറാണ് ഫൈസി. ഓക്കെ, ഇനി അദ്ദേഹം ചെയ്തൊരു വർക്ക് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലീലാവതി. ഓക്കെ, ഈ ലീലാവതി എന്ന് പറയുന്ന ഒരു ഗണിത ഗ്രന്ഥമാണ്. ഓക്കെ, ബുക്ക് ഓഫ് മാത്തമാറ്റിക്സ്. അതിനെയും അദ്ദേഹം എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊരു ഗണിത ഗ്രന്ഥമാണ്, ബുക്ക് ഓഫ് മാത്തമാറ്റിക്സ്. അതുപോലെ തന്നെ നളദമയന്തി. അപ്പോൾ ഈ രണ്ട് ലിറ്റററി വർക്കുകളും ഫൈസി അദ്ദേഹം എന്ത് ചെയ്തു, പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ട്രാൻസ്ലേറ്റഡ് ടു പേർഷ്യൻ. ഓക്കെ, അപ്പോൾ ഫൈസി അദ്ദേഹം അക്ബറിൻ്റെ കോർട്ടിലെ ഹിസ്റ്റോറിയനാണ്. അബുൾ ഫസൽ വാസിറാണ്. ഓക്കെ, അടുത്തത് ടാൻസൺ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ടാൻസൺ അദ്ദേഹം മ്യൂസീഷ്യനാണ്. മ്യൂസീഷ്യൻ ഓഫ് അക്ബേഴ്സ് കോർട്ട്. ഓക്കെ, ടാൻസൻ്റെ അവിടെ നമുക്ക് മുന്നേ ഒരു CHSL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഓർമ്മിക്കാം. അതായത് CHSL ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, അക്ബറിൻ്റെ കോർട്ടിലെ മ്യൂസീഷ്യനായിട്ടുള്ള ടാൻസൻ്റെ റിയൽ നെയിം ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, 2021-22 ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റാം തനു പാണ്ഡെ എന്നതാണ് ടാൻസൻ്റെ റിയൽ നെയിം. ഓക്കെ, അത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, CHSL ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ടാൻസൻ്റെ റിയൽ നെയിം നോട്ട് ചെയ്ത് വെച്ചോളുക, റാം തനു പാണ്ഡെ. ഓക്കെ, അടുത്തത് ബീർബൽ. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ അദ്ദേഹം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. അഡ്മിനിസ്ട്രേഷനിൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടാൻസൻ്റെ റിയൽ നെയിം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സപ്പോസ് ഇനി അപ്കമിങ് എക്സാമിന് ബീർബലിൻ്റെ റിയൽ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റണം, മഹേഷ് ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. മഹേഷ് ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. ഓക്കെ, അതുപോലെ തന്നെ ബീർബലിന് മുഗൾ എംപററായിട്ടുള്ള അക്ബർ കൊടുത്ത ടൈറ്റിലാണ് രാജ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നത് രാജ ബീർബൽ എന്ന പേരിലായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ടൈറ്റിൽ എന്ന് പറയുന്നത് രാജ. അപ്പോൾ രാജ എന്ന ടൈറ്റിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ രാജ ബീർബൽ എന്ന പേരിൽ റെക്കഗ്നൈസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈറ്റിൽ കൊടുത്തത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഗൾ എംപററായിട്ടുള്ള അക്ബറാണ്.
ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഈ നവരത്നയിൽ വരുന്ന അടുത്ത ആൾക്കാരെ നമുക്കൊന്ന് നോക്കാം. രാജ തൊഡർമാൾ. ഓക്കെ, നമ്മളിതിന് മുന്നുള്ള സെഷനിൽ അവിടെ ഒരു അക്ബർ അദ്ദേഹത്തിൻ്റെ റവന്യൂ സിസ്റ്റംസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷനെ പറ്റി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ ഒരു റവന്യൂ സിസ്റ്റത്തെ പറ്റി നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ പഠിച്ചത് തൊഡർമാൾ ബന്ദോബസ്ത് എന്നൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ദഹ്സൽ സിസ്റ്റം എന്നൊക്കെയാണ് നമ്മളവിടെ കണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ രാജ തൊഡർമാൾ അദ്ദേഹവും ഈ ഒരു നവരത്നയിൽ വരുന്ന ആളാണ്. ഓക്കെ, അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററാണ്. ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ബീർബലിന് രാജ എന്ന ടൈറ്റിൽ കൊടുത്തതുപോലെ രാജ തൊഡർമാളിനും അക്ബർ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈറ്റിലും കൂടി മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ രാജ തൊഡർമാൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ആ ഒരു ടൈറ്റിൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിവാൻ ഐ അഷ്റഫ്. ദിവാൻ ഐ അഷ്റഫ് എന്ന ആ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തീർച്ചയായിട്ടും അത് കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അക്ബർ തന്നെയാണ്. അപ്പോൾ ടൈറ്റിൽ ഗിവൺ ബൈ അക്ബർ. ടൈറ്റിൽ ഗിവൺ ബൈ അക്ബർ. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു നവരത്നയിൽ വരുന്ന അടുത്ത ആളാരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിലുണ്ട് രാജ മാൻസിംഗ്. രാജ മാൻസിംഗ്. ഓക്കെ, രാജ മാൻസിംഗ് അദ്ദേഹം മൻസബ്ദാറാണ്. മൻസബ്ദാർ ഓഫ് അക്ബേഴ്സ് കോർട്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സിൻസിയർ ആയിട്ടുള്ള വളരെ ലോയൽ ആയിട്ടുള്ള ഒരു അക്ബറിൻ്റെ ജനറൽ കൂടിയായിരുന്നു. ഓക്കെ, ആൻഡ് ജനറൽ ഓഫ് അക്ബർ. ഓക്കെ, ഈ രാജ മാൻസിംഗിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇദ്ദേഹം ആരുടെ ഗ്രാൻഡ് സൺ ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഗ്രാൻഡ് സൺ ഓഫ് രാജ ബാർമൽ. കച്ച്വ റൂളറായിട്ടുള്ള രാജ ബാർമൽ. ഓക്കെ, ഈ രാജ ബാർമൽ എന്ന് പറയുന്നത് അക്ബറിൻ്റെ ഫാദർ ഇൻ ലോ ആണ്. ഫാദർ ഇൻ ലോ ഓഫ് അക്ബർ. മാട്രിമോണിയൽ അലയൻസിലൂടെ മുഗൾസും രജപുത്സും നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. ഓക്കെ, അപ്പോൾ രാജ ബാർമലിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ഈ പറയുന്ന രാജ മാൻസിംഗ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു റെക്കഗ്നിഷൻ കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അഡോപ്റ്റഡ് സൺ ഓഫ് രാജ ഭഗവാൻ ദാസ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേഷനാണ്. ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി. ഓക്കെ, ഇനി അടുത്ത ആ ഒരു നവരത്നയിൽ വരുന്ന അടുത്ത ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം. അബ്ദുൾ റഹീം ഖാൻ ഇ ഖാന. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ പറ്റിയിട്ടും കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഖാൻ ഇ ഖാന അദ്ദേഹത്തിൻ്റെ ഒരു ടൈറ്റിലാണത്. ഓക്കെ, നെയിം വരുന്നത് അബ്ദുൾ റഹീം എന്നാണ്. അബ്ദുൾ റഹീം ഖാൻ. ഓക്കെ, ഇദ്ദേഹം അക്ബറിൻ്റെ കോർട്ടിലെ പോയറ്റാണ്. ഓക്കെ,
പോയറ്റ് ഓഫ് അക്ബേഴ്സ് കോർട്ട്. മറ്റൊരു പോയിന്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ബൈറാം ഖാൻ്റെ സണ്ണാണ്. ബൈറാം ഖാൻ അക്ബറിൻ്റെ കെയർ ടേക്കർ എന്നൊക്കെ പറയാം. ബൈറാം ഖാൻ്റെ സണ്ണാണ് റഹീം ഖാൻ. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ലോർഡ് കൃഷ്ണ ഡിവോട്ടി ആയിരുന്നു. ഡിവോട്ടി ഓഫ് ലോർഡ് കൃഷ്ണ. ഓക്കെ. അതുപോലെ അബ്ദുൾ റഹീം ഖാൻ ഇദ്ദേഹം റഹീം സത്സയ്യ അതുപോലെ ബാബർ നാമ ഇവ രണ്ടും പെർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. റഹീം സത്സയ്യയും അതുപോലെ തന്നെ ബാബർ നാമയും. ബാബർ നാമയും പെർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ അക്ബറിൻ്റെ ഈ ഒരു നവരത്നയിൽ വരുന്ന ചീഫ് അഡ്വൈസർ ആയിട്ടുള്ള ഒരു ആളാണ്. ഫക്കീർ ഐസ് ദിൻ. അദ്ദേഹം ചീഫ് അഡ്വൈസറാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ മുല്ല ദോ പയാസിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചീഫ് അഡ്വൈസേഴ്സാണ് അക്ബറിൻ്റെ. ഓക്കെ. അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു നവരത്നയിൽ 9ാമത് വരുന്ന ആൾ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാലിഗ്രാഫറാണ്. ഓക്കെ. കാലിഗ്രാഫറാണ് ഈ മുഹമ്മദ് ഹുസൈൻ. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് അക്ബർ കൊടുത്തിരുന്ന ഒരു ടൈറ്റിൽ അതുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. സരീൻ കലം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ പെൻ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടെമ്പിൾസ് ഓഫ് ഖജുരാഹോ ആർ മാഗ്നിഫിഷ്യൻ്റ് എക്സാമ്പിൾ ഓഫ് ദ ഡാഷ് ഓഫ് ദി ടെമ്പിൾ മീൻസ് ഏത് സ്റ്റൈലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ വെസറ സ്റ്റൈൽ, നാഗര സ്റ്റൈൽ, ദെൻ ഈസ്റ്റേൺ സ്റ്റൈൽ ആൻഡ് ദ്രാവിഡിയൻ സ്റ്റൈൽ. ഇത് ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഇതിൽ റൈറ്റ് ആൻസർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാഗര സ്റ്റൈലാണ്. ഓക്കെ. ഖജുരാഹോ ടെമ്പിൾ. ഓക്കെ. അപ്പോൾ നാഗര സ്റ്റൈലിൽ വരുന്ന മറ്റ് ടെമ്പിൾസ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. കാണ്ടരിയ ശിവ ടെമ്പിൾ, മധ്യപ്രദേശാണ്. അതുപോലെ കൊണാർക്ക് സൺ ടെമ്പിൾ. കൊണാർക്ക് സൺ ടെമ്പിളിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു ഏത് സ്റ്റൈലിലാണ് ആ ഒരു ടെമ്പിൾ പണിയെഴുപ്പിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. കൊണാർക്ക് സൺ ടെമ്പിൾ. അതുപോലെ തന്നെ മൊഡേറ ഗുജറാത്തിലെ സൺ ടെമ്പിളും ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് പണിയെഴുപ്പിച്ചിരിക്കുന്നത്. ഓസിയൻ
ടെമ്പിൾ. ഇവയെല്ലാം നാഗര സ്റ്റൈലിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, CHSL ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ബുക്ക് മൻ കൗതുഹൽ വാസ് കമ്പൈൽഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്സ് ഓഫ് മെഡീവൽ ഇന്ത്യ. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ പേര് മൻ കൗതുഹൽ. ഓക്കെ, ഓപ്ഷൻസ് നോക്കുവാം. അപ്പോൾ ഓപ്ഷൻ വന്നിരിക്കുന്നത് രാജാ മാൻസിംഗ് ടോമർ, ഓപ്ഷൻ ബി വന്നിരിക്കുന്നത് കൃഷ്ണ സെക്കൻഡ്, ദെൻ ഓപ്ഷൻ സി വന്നിരിക്കുന്നത് പരാന്തക വീരനാരായൺ, ഓപ്ഷൻ ഡി വന്നിരിക്കുന്നത് രാജശേഖര വർമ്മൻ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? മൻ കൗതുഹൽ. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, രാജാ മാൻസിംഗ് ടോമർ. രാജാ മാൻസിംഗ് ടോമറാണ് ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു ലിറ്റററി വർക്കിന് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന റൂളർ അല്ലെങ്കിൽ കിങ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജാ മാൻസിംഗ് തോമറാണ്. അദ്ദേഹം ഗ്വാളിയറിലെ കിങ് ആണ്, കിങ് ഓഫ് ഗ്വാളിയർ. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൽ കമ്പമുണ്ടായിരുന്ന ഒരു കിങ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് തന്നെ ധ്രുപദ് എന്ന് പറയുന്ന ഒരു ജോണറിൽ പെടുന്ന മ്യൂസിക്കിനോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. ഓക്കെ, അതുപോലെ ഗ്വാളിയർ ഫോർട്ട്. ഗ്വാളിയർ ഫോർട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഏത് റൂളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ രാജാ മാൻസിംഗ് ടോമറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ടോമർ, ഈ ഒരു ഡൈനാസ്റ്റി, ഈ ഒരു ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അനംഗപാല ഒന്നാമൻ. അനംഗപാൽ ടോമറാണ് ഈ ഒരു ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൻ കൗതുഹൽ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് ഏത് മെഡീവൽ കിങ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് രാജാ മാൻസിംഗ് ടോമറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ 10th സെഷനാണിത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അപ്കമിങ് എക്സാംസിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെഷൻസ് എല്ലാം കാണുക, അതുപോലെ തന്നെ സെഷൻസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക് അല്ലെങ്കിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.